അങ്ങനെ നമ്മുടെ അനിമോളുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസ്റ്റൻസ് ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ആദിലയും നൂറയും. അനിമോളുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും ഡിസ്റ്റൻസ് ഇടുന്ന കാര്യം ഓൾറെഡി കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഇവർ ഒരു ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഷാനവാസിൻ്റെ അടുത്തുനിന്ന് ഓൾറെഡി ഇവർ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഷാനവാസിനിട്ട് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല കൊട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അനുമോളിനും നൈസായിട്ട് കൊട്ട് കിട്ടിയായിരുന്നു. ഇവിടെ ആർക്കൊക്കെ കൊട്ട് കിട്ടുന്നോ അവരുടെ അടുത്തുനിന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറലാണ് ആദിലയുടെയും നൂറയുടെയും എല്ലാ വീക്കിലെയും പരിപാടി. ലാലേട്ടൻ എന്നിട്ട് ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് ആരെയാണ് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ തലയിലെടുത്ത് വെക്കുന്നത്? അവരുടെ കൂടെ നൈസായിട്ട് ഇവരങ്ങ് ചേരും. മെയിനായിട്ട് ആദിലയാണ്. എന്നിട്ട് ആദില നൈസായിട്ട് നൂറേനെ അങ്ങോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് പതിവ്. ഇന്നലെ രാത്രിയിൽ ഒരു ഫുഡിൻ്റെ പ്രശ്നം അനുമോള് നെവീന് ഒക്കെ ആയിട്ട് നടന്നിരുന്നു. അതിന് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ ആര്യനും അക്ബറും കൂടെ ചേർന്ന് വിളിച്ചിട്ടാണ് അനുമോൾ ആ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ അതൊക്കെ കണ്ടു നിന്നിട്ടും അനുമോൾ ഇത്രയും നെവിനു ഉപദ്രവിച്ചിട്ടും യാതൊരു തരത്തിലും ചെറിയൊരു സപ്പോർട്ട് പോലും കൊടുക്കാതെ അനുമോളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ് ആദിലെ നൂറ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ തീരുമാനിക്കുകയും നല്ല രീതിയിൽ മിണ്ടാതെ അങ്ങോട്ട് പോകാതെ അവരുടെ അടുത്തുനിന്ന് മാറി നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ആദിലെ നൂറയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി അനുമോൾ വന്ന് സംസാരിച്ചാലും നമ്മൾക്ക് മിണ്ടരുത്. ഇനി ഈ വീക്ക് വന്ന് ലാലേട്ടൻ അനുമോളെ പൊരിക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവർ കംപ്ലീറ്റ് ആയിട്ട് അനുമോളുടെ അടുത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പ് മാറ്റാൻ സാധ്യതയുണ്ട്. അനുമോൾ കാണിക്കുന്ന സ്നേഹമൊന്നും സത്യമല്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുന്നത് രാവിലത്തെ ലൈവിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഷാനവാസിനെയും അക്ബറിനെയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചത് ഷാനവാസ് ആണെന്നും ഷാനവാസ് പറഞ്ഞ പല കാര്യങ്ങളും കേട്ടിട്ട് നമ്മൾ അക്ബറിനെ തെറ്റിദ്ധരിച്ചതുമാണെന്നാണ് ആദിലയും നൂറയും കൂടെ സംസാരിക്കുന്നത്. അതായത് ഡാൻസ് മാരത്തോൺ ടാസ്കിലൊക്കെ ഷാനവാസ് വന്നിട്ട് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും പറയുന്നുണ്ട്, അക്ബറിന് സ്പേസ് കൊടുക്കരുത്, അവൻ നിങ്ങളോടൊക്കെ ചെയ്തതൊന്നും മറന്നു പോകരുത് എന്നുള്ള രീതിയിൽ ഷാനവാസ് ഇവരെ കുറച്ച് പിരികേറ്റിയതാണെന്നുള്ള രീതിയിലാണ് ആദിലയും നൂറ സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെ നൂറയുടെ സ്വഭാവത്തിനനുസരിച്ച് ഓൾറെഡി അവർക്ക് അക്ബറിനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അക്ബറിൻ്റെ കോയിൻ വരെ ആദില മോഷ്ടിച്ചത്. ഇതൊന്നും ഷാനവാസ് പറഞ്ഞിട്ടല്ലല്ലോ. ഇതിപ്പോൾ നൈസായിട്ട് ഷാനവാസിൻ്റെ തലയിൽ ഷാനവാസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അക്ബറിൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയതും അക്ബർ ഒരു പാവമാണെന്നും അക്ബറിനെ അങ്ങനെ ഒറ്റപ്പെടുത്തരുത്, നമ്മൾ ഒറ്റപ്പെടലുകളൊക്കെ സഹിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ നൈസായിട്ട് ആദിലയും നൂറയും കൂടെ അവിടെ നിന്ന് പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിലയും നൂറയുടെ ഉള്ളൊരു ഗെയിം ഉണ്ടല്ലോ, ശരിക്കും എന്തൊരു കുരങ്ങന്മാരും മാറും അപ്പുറത്തെ മരത്തിൽ നിന്ന് ഇപ്പുറത്തെ മരത്തിലോട്ട് ഇതേപോലെ അത്രയ്ക്കും ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ആദിലയുടെ നൂറയുടെ നിറമാറ്റം. ഓൾറെഡി അക്ബറിനും ഗ്യാങ്ങിനും ഒക്കെ ലാലേട്ടൻ വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം ഷാനവാസിനെ നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ കണക്കിലെടുത്തിട്ടാണ് ഇവരുടെ ഈ ഗെയിം മാറ്റിയത്. കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ടാണ് ഇവർ ഗെയിം ചേഞ്ച് ചെയ്തത്. പക്ഷേ ഇവർ കാണിക്കുന്ന വെറും മണ്ടത്തരമാണ്. അങ്ങനെ കൂടെ നിന്നിട്ട് ഒരാളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടോ അല്ല ഗെയിം കളിക്കേണ്ടത്. ഇനി അനുമോളോടും മിണ്ടില്ല, ഷാനവാസിൻ്റെ അടുത്തും അധികം കണക്ഷന് പോവില്ല എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കാൻ പോകുന്നത്. നൈസായിട്ട് ആര്യൻ്റെയും അക്ബറിൻ്റെയും അടുത്തോട്ട് ചാഞ്ചാടാനുള്ള എല്ലാ സ്കോപ്പും കാണുന്നുണ്ട്. ശരിക്കും ഇവർ ഷാനവാസിനെ യൂസ് ചെയ്തതല്ല, ഷാനവാസ് ഇവരെ യൂസ് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർ ശരിയായിരുന്നോ? ഇവർ കംപ്ലീറ്റ്ലി ശരിയല്ല. ഇവർക്ക് അക്ബറിൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു. അനുവിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ഓരോ വീക്കിലും ഇവർ മാറ്റിയും തിരിച്ചും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു അട്ടർ ഫ്ലോപ്പ് ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കട്ടപ്പ എന്നുള്ള പേരും നിറമാറുന്ന ഓന്തെന്നുള്ള പേരുമൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള 2 പേരാണ് ആദില നൂറ. സ്പെഷ്യലി ആദില എന്നിട്ട് ആദില നൈസായിട്ട് നൂറേനെ അത് കൺവിൻസ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഇവരുടെ ഗെയിമിൽ.